ട്രേഡ് ചെയ്തിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരും പോലെ കുറേ എമൗണ്ട് വാഷ് ഔട്ട് ആയി പോയി, ക്യാപിറ്റൽ ഫുള്ള് വാഷ് ഔട്ട് ആയി പോയി. ആക്ച്വലി നിർത്തിയത് സ്റ്റോപ്പ് ചെയ്ത് പോയാലും ആലോചിച്ചതാണ്. ഇവിടുത്തെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. മെയിൻ കാര്യം നമ്മുടെ സപ്പോർട്ട് തന്നെയാണ്. അല്ല, ആക്ച്വലി ഞാൻ ജോബുള്ള സമയത്താണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്നത്. ഈ വർക്കിന്റെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പേര് പറഞ്ഞു ഞാൻ കേട്ടുന്നത്. അത് റോങ് ആണ്, അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി ഫോറക്സ് ആണെങ്കിൽ ഈ ടൈമിൽ ഞാൻ ഫോറക്സ് ആണെങ്കിൽ പോലും ഈവനിങ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി സ്വിങ് ഉണ്ടല്ലോ, സ്വിങ് ചെയ്യാലോ, വളരെ ഈസി ആയിട്ട് സ്വിങ് ചെയ്യാലോ. ഫുൾ ടൈം ഇതിലോട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി. PMS ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഡെയിലി PMS ആയിട്ട് നമ്മൾ ആ ഒരു ഷോ കാണുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഡൗട്ട്സ് ക്ലിയർ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു മെന്റലി ഒരു ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പെർ ഡേ മിനിമം ഒരു 10,000 ഏൺ ചെയ്യുന്നുണ്ട് നേക്കിഡില്. ഹായ് റോഷൻ. ഹായ് റോഷൻ, സ്ഥലം എവിടെയാണ്? ഞാൻ കൊല്ലമാണ്, കൊല്ലം പുനലൂരാണ്. ഓക്കെ. റോഷൻ 2021 മാർച്ച് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഈ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാറുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയമൊക്കെ? അറിയാലോ, എല്ലാവരും പോലെ കുറേ എമൗണ്ട് വാഷ് ഔട്ട് ആയി പോയി, ക്യാപിറ്റൽ ഫുള്ള് വാഷ് ഔട്ട് ആയി പോയി. ശരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മില്യൺ ഡോട്ട്സിനെ പറ്റി അറിഞ്ഞ് മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്യുന്നത്? ഞാൻ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഇങ്ങനെ ആഡ് കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് മില്യൺ ഡോട്ട്സിനെ കുറിച്ച് അറിയുന്നതും ഇങ്ങോട്ട് വരുന്നതും. അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ച് 2021 സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ എത്ര ടൈം എടുത്തു റോഷൻ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റബിൾ ആയി ടോട്ടലി ഒന്ന് കണ്ടു തുടങ്ങാനായിട്ട്? ഞാൻ 2 years എടുത്തു. ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇരിക്കും എങ്ങനെയാണെന്നത്. ഞാൻ 2 years എടുത്തു ഇങ്ങനെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഓക്കെ. സോ അതിലും പെട്ടെന്ന് കൺസിസ്റ്റൻ്റ് ആവുന്നവരൊക്കെ ഉണ്ടാവും? ഉണ്ട്. ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇരിക്കും. ഓക്കെ. സോ ആ സമയത്തുള്ള മെന്റർ ആരായിരുന്നു? അന്ന് ആരായിരുന്നു ക്ലാസ്സുകളൊക്കെ എടുത്തു തന്നിരുന്നത്? എനിക്ക് അർജുൻ സാർ ആയിരുന്നു. അർജുൻ സാർ തന്നെയായിരുന്നു ക്ലാസ്സസ് ഒക്കെ എടുത്തു തന്നിരുന്നത്. സോ കമ്മ്യൂണിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നു? പിന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ സപ്പോർട്ട് ഫുള്ള് കമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് നിന്ന് പോകുന്നത്. ഓക്കെ. കമ്മ്യൂണിറ്റി ത്രൂ ആണ് കുറച്ചുകൂടെ ഗ്രോത്ത്. അപ്പോൾ റോഷൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അത് കണ്ടിന്യൂസ് ട്രേഡിംഗ് തന്നെയായിരുന്നു? അല്ല, ആക്ച്വലി ഞാൻ ജോബുള്ള സമയത്താണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇക്വിറ്റി മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നു. സോ കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വർക്കിൻ്റെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് റോങ് ആണ്, അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി ഫോറക്സ് ആണെങ്കിൽ ഈ ടൈമിൽ ഞാൻ ഫോറക്സ് ആണെങ്കിൽ പോലും ഈവനിങ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി സ്വിങ് ഉണ്ടല്ലോ, സ്വിങ് ചെയ്യാലോ, വളരെ ഈസി ആയിട്ട് സ്വിങ് ചെയ്യാലോ. പക്ഷെ റോഷന്റെ സംബന്ധിച്ച് റോഷൻ ഒരു ഓപ്ഷൻ ട്രേഡർ അല്ലേ, പിന്നെ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു ഒരു വർക്ക് ടൈമിൽ? ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഒരു ടൈമിൽ അൺകോൺട്രാക്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്ഷൻ ചെയ്യാറുള്ളത്. ഓപ്ഷൻ ട്രേഡ്. റോഷൻ ജോബ് ഉണ്ടായിരുന്ന ഒരാളല്ലേ, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ? ഓക്കെ. സോ ഈ വർക്കിന്റെ ഇടയ്ക്ക് എങ്ങനെ ട്രേഡിങ്ങുമായിട്ട് മുന്നോട്ട് പോയി? ഫുൾ ടൈം ഇതിലോട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഡേയിൽ ഒരു 1 hour മതി നമുക്ക് ട്രേഡ് ചെയ്ത് എക്സിറ്റ് ആവാൻ വേണ്ടി. അങ്ങനെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ ആയിരുന്നു എൻ്റെ സ്റ്റൈൽ, അങ്ങനെ ആയിരുന്നു ട്രേഡിംഗ് സ്റ്റൈൽ, അങ്ങനെ തന്നെ ആയിരുന്നു. ഓപ്ഷൻസിൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? യെസ്. ഓപ്ഷൻസ് കുറച്ചുകൂടെ റോഷൻ അതിലാണോ കംഫർട്ടബിൾ ആയത്? ഞാൻ ആക്ച്വലി ഓപ്ഷൻസ് ആണ് എനിക്ക് കംഫർട്ടായി തോന്നിയിട്ടുള്ളത്. ഓപ്ഷൻ ചെയ്യുന്നത് ഓപ്ഷൻസ് തന്നെയാണ്. ഓപ്ഷൻസിൽ തന്നെയാണ്. സോ ലൈക്ക് 2 years എടുത്തു കൺസിസ്റ്റന്റ് ആകാൻ എന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ട്രേഡിംഗ് വിട്ടാലോ, എനിക്കൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ കുറേ വട്ടം. മില്യൺഡോട്ട്സ് വന്ന ശേഷം തോന്നിയിട്ടില്ല. അതിന് മുമ്പ് ആക്ച്വലി നിർത്തിയത് സ്റ്റോപ്പ് ചെയ്ത് പോയാലും എന്ന് ആലോചിച്ചതാണ്. ഇവിടുത്തെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. മെയിൻ കാര്യം നമ്മുടെ സപ്പോർട്ട് തന്നെയാണ്. PMS ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയായിരുന്നു. PMS ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഡെയിലി PMS ആയിട്ട് നമ്മൾ ആ ഒരു ഷോ കാണുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഡൗട്ട്സ് ക്ലിയർ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു മെന്റലി ഒരു ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ അത് തന്നെയാണ്. സോ മില്യൺ ഡോട്ട്സിലെ കഴിഞ്ഞ ട്രേഡർ ഓഫ് ദ മന്ത് ആയിരുന്നു റോഷൻ. സോ ആ മന്തിലെ ട്രേഡ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏതിലായിരുന്നു ഫോക്കസ് ചെയ്തത്? എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? അത് ഓപ്ഷനും ഇക്വിറ്റി ആയിരുന്നു. ഓപ്ഷൻസ് ഇക്വിറ്റി ഏതൊക്കെയായിരുന്നു? ലൈക്ക് ഓപ്ഷൻസിൽ എങ്ങനെയായിരുന്നു? നേക്കിഡ് മാത്രമേ ഉള്ളായിരുന്നോ അതോ സെല്ലിംഗ്? നേക്കിഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. റോഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിലും അതേപോലെ ഇന്ത്യയിൽ മുഴുവൻ നോക്കുകയാണെങ്കിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മില്യൺ ഡോട്ട്സ് റോഷൻ ചൂസ് ചെയ്തു? ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ നിന്ന് പറഞ്ഞത്. ഇൻസ്റ്റയിൽ നിന്ന് കുറേ റിവ്യൂസ് ഞാൻ നോക്കിയായിരുന്നു. കമൻസ് ആണ് യൂട്യൂബിൽ, ഓൺലൈൻ വെബിൽ. സോ അവിടെയൊക്കെ വളരെ പോസിറ്റീവ് റിവ്യൂസാണ് കിട്ടിയത്. അതും ഒത്തിരി സ്റ്റുഡൻസിൻ്റെ.
സോ അങ്ങനെ തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ഐഡിയ കിട്ടിയത്. ഓക്കെ, അതുകൊണ്ടാണ് Milliondots ചൂസ് ചെയ്തത്. ഓക്കെ, റോഷനാണെങ്കിൽ പ്രോഫിറ്റ്സ് ഒന്ന് ഏൺ ചെയ്ത് തുടങ്ങാൻ എത്ര ടൈം എടുത്തു? ലൈക്ക് കൺസിസ്റ്റൻ്റ് അല്ല, എന്നാൽ പോലും ഒന്ന് പ്രോഫിറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങാൻ എത്ര ടൈം എടുത്തു? എൻ്റെ മിനിമം 6 മാസം എടുത്തിരുന്നു. ലൈക്ക് ഒന്ന് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആ ടൈമിലാണ്, ഒരു പ്രോപ്പർ ആയിട്ടൊരു ലെവലിലോട്ട് വന്നത്. എന്നാലും ഒരു 2 years ആയി മൊത്തത്തിലൊന്ന്. 2 years ആയി. ഇപ്പോൾ ഓക്കെയാണ്, സ്റ്റിൽ ഓക്കെയാണ്. റോഷൻ, ഒരാള് ഒരു ഫുൾ ടൈം ട്രേഡർ ആകാൻ എത്ര ടൈം എടുക്കും? ജോബൊക്കെ കളഞ്ഞിട്ട്, ജോബുള്ള ആളാണെങ്കിൽ ജോബ് ലീവ് ചെയ്തിട്ട് ഫുൾ ടൈം ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര ടൈം എടുക്കും? ടൈം ഓരോ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ടൈം അവിടെ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മെയിൻ കാര്യം. ഒരു 6 മാസം ആവും, 1 year ആവും, 2 year ആവും. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഫുൾ ടൈം ട്രേഡർ ആകാൻ പറ്റുമോ? ജോബ് കളഞ്ഞ് ട്രേഡിലോട്ട് വന്ന പലരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. Milliondots പഠിച്ചിറങ്ങിയ ഒരു പാതി പേരും ജോബ് കളഞ്ഞ് ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് മാറിയവരുണ്ട്. പേഴ്സണൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അതിന്റെ ബേസിലാണ് പറയുന്നത്. ഓക്കെ, റോഷൻ ജോയിൻ ചെയ്ത സമയത്ത് Milliondotsൽ ഒരു മെമ്പർഷിപ്പ് ഫീ തന്നിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തത്. ആ ഒരു ടൈമിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ടൈമാണ്. സോ ലൈഫ് ടൈം മെമ്പർഷിപ്പിന് വേണ്ടി ഒരു ഫീ തന്നിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഒരു ഫീ അവിടെ കൂടുതലായിട്ട് റോഷന് തോന്നുന്നുണ്ടോ? 5 ലക്ഷം രൂപ കൊടുത്ത് MBA പഠിക്കാൻ പിള്ളേരെ വിടാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അന്ന് എനിക്ക് ഒരു 40 something ആയിരുന്നു ഫീ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ പെർ ഡേ മിനിമം ഒരു 10,000 ഏൺ ചെയ്യുന്നുണ്ട് നേക്കിഡിൽ. ഓക്കെ, വലിയായിട്ട് തോന്നില്ല, എനിക്ക് വലിയൊരു ഫീസ് ആണെങ്കിൽ തോന്നുന്നില്ല. ലൈക്ക് ഏൺ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഫീ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, സോ റോഷൻ ഇനി കമ്മ്യൂണിറ്റിയിൽ കണ്ടിന്യൂസ്ലി ഇതേപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് കമ്മ്യൂണിറ്റിയിൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, സോ റോഷൻ എന്നാൽ ഇനി കമ്മ്യൂണിറ്റിയിലാണ്. ബൈ.